ഓരോ ഭർത്താക്കന്മാരിലും ഒരു ഭാര്യ ഏറ്റവും വലിയ അടയാളം ഉണ്ടാക്കേണ്ടത് അവളുടെ സമാധാനത്തിന്റെ സന്ദേശം കൊടുത്തിട്ടാവണം. ഒരു ഭാര്യയുടെ ഏറ്റവും വലിയ ഭംഗി അവൾ തേച്ചുമിരിക്കുന്ന അവളുടെ മുഖഭാവത്തിലോ ധരിക്കുന്ന വസ്ത്രത്തിലോ ആഭരണത്തിലോ അല്ല. ഒരു ഭാര്യയുടെ സൗന്ദര്യം അവളുടെ ഭർത്താവ് അനുഭവിക്കുന്ന സമാധാനത്തിലാണ്. ഏതുയർച്ചയിലും താഴ്ചയിലും ഭർത്താവിന്റെ കൂടെ നിൽക്കണം. നേരത്തെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ കയ്യിൽ ഒരു കപ്പലണ്ടിയുടെ കവറുമായി ഒരാണ് റോഡ് വക്കിൽ വെയിൽ കൊള്ളുന്നുണ്ടെങ്കിൽ ഉമ്മാരെ അത് നിങ്ങൾക്ക് വേണ്ടിയാ. ഈ ഇരിക്കുന്ന ഓരോ പെൺമക്കളും ഭാര്യമാരും ഒരാണിന്റെ നെഞ്ചിന്റെ ബലത്തിലാ ജീവിക്കുന്നത്. നെഞ്ചും വിരിച്ചു നിന്ന ഒരാണിന്റെ തണലിന്റെ ഭംഗിയെ നിങ്ങളെ മുഖത്തുള്ള സൂര്യവും സമാധാനവുമെങ്കിൽ ആ ആണിന്റെ മനസ്സറിയാൻ പറ്റണം, ചേർത്ത് നിർത്താൻ പറ്റണം, വേദനകളെ ആശ്വാസ വാക്കുകളാക്കി കൊടുക്കാൻ പറ്റണം. ധിക്കരിക്കുന്ന മക്കൾക്ക് മുൻപിൽ മക്കൾക്ക് വാപ്പാന്റെ ബോധമുണ്ടാക്കി കൊടുക്കണം. വാപ്പാന്റെ കരളും വാപ്പാന്റെ പ്രാണനും വാപ്പാന്റെ ചോരയും നീരുമാണ് മക്കളെ നിങ്ങൾ ആയുസ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഒരു രൂപ കളയുമ്പം ഒരു രൂപ നശിപ്പിക്കുമ്പം വാപ്പാന്റെ ചോര നശിപ്പിക്കുന്നതിന് സമമാണെന്ന് മക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം.